ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇനി ഇൻഷാല്ല ഇനി 2 ദിവസമേ ഉള്ളൂ നോമ്പിന്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ റംസാൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ഇല്ലേ അതാണ് ഇൻക്ലൂഡ് ചെയ്തിന്. അതുകൂടാതെ അവിടെ നിന്ന് കിച്ചണിലേക്ക് വാങ്ങിയ കുറച്ച് സാധനവും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയത് കാഞ്ഞങ്ങാടിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഷോപ്രിക്സിൻ്റെ. അവർ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ അങ്ങനെയെല്ലാം ഉണ്ട്. അവരിത് കാഞ്ഞങ്ങാടിൽ പുതിയത് വന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പോകുമ്പം തന്നെ വൈകുന്നേരം ആയിട്ടാ ലാസ്റ്റ് ഷോപ്പെല്ലാം ഉണ്ടായിന്. അപ്പോൾ അത് അടിച്ചിട്ടെല്ലാം പോകുമ്പം തന്നെ ലേറ്റ് ആയിന്. സാധാരണ നമ്മളിങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങോ മാസത്തിലെ സാധനമെല്ലാം അങ്ങനെ വാങ്ങൽ പയ്യന്നൂരിൽ നിന്നാണ്. ഇതിപ്പോൾ പുതിയത് വന്നിനെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണെന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ നമ്പർ 1 ഹൈപ്പർ മാർക്കറ്റാണ്. ഫസ്റ്റ് ഒപ്ലയിലാന്ന് ഉണ്ടായിന് K3 സെൻട്രൽ മാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതിനേക്കാളും വലിയതാണ് ഇത്. കാസർഗോഡിൽ വേറെ വലിയ ഹൈപ്പർ മാർക്കറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ വരാത്തവർക്കെല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഈ വീഡിയോ. ഞാൻ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയല്ലാന്ന്. പിന്നെ ഭയങ്കര ക്രൗഡാണ് ഉണ്ടായിന്. നമുക്ക് വേണ്ട സാധനമെല്ലാം ഉണ്ട്, പക്ഷേ അത് എടുക്കാൻ പറ്റിയ ഒരു ഇതുണ്ടായിട്ട് അത്രയ്ക്ക് ക്രൗഡാണ് ഉണ്ടായിന്. പിന്നെ നോമ്പിൻ്റെ സാധനം വാങ്ങാൻ പോകുമ്പം ഏകദേശം വീട്ടിലെ സാധനമെല്ലാം കാലിയായിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് വിചാരിച്ചെല്ലാം കിട്ടിയിട്ടാ. സാധനം ഇല്ലായിട്ടല്ല, പക്ഷെ വാങ്ങാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം ആയിട്ട് വാങ്ങാനൊരിത് കിട്ടിയിട്ടാ. പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് 2 ഫ്ലോറായിട്ടാണ്, ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഫസ്റ്റ് ഫ്ലോറും. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇതുപോലത്തെ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉള്ളത്. ഇതിൽ തന്നെ കുറേ സെക്ഷനായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയമെടുത്ത് വാങ്ങാൻ പറ്റിയൊരു ആംബിയൻസാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് വേറെ, ഡയറി പ്രൊഡക്ട്സ് വേറെ, ചോക്ലേറ്റ്സിൻ്റെ വേറെ, ബേക്കറി, ഗ്രോസറി എല്ലാം വേറെ വേറെ സെക്ഷനായിട്ടുണ്ട്. പിന്നെ എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നോമ്പിനെല്ലാം യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുതിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, അപ്പോൾ എല്ലാവരും കാണാനെല്ലാം വന്നെയായിരിക്കും. നോമ്പും വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും ക്രൗഡില്ലത്. അതുമല്ല നമ്മൾ വന്നതിൻ്റെ 2 ദിവസം നെക്സ്റ്റ് 2 ദിവസം സ്ട്രൈക്കാണ് ഉണ്ടായിനി. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കും ഇത്രയും ക്രൗഡില്ലത്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ നല്ല ഓഫറിൽ ഡ്രസ്സസ് എല്ലാം ഉണ്ടായിന് കേട്ടോ. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടാ നല്ല ഓഫറെല്ലാം കാണുന്നുണ്ടായിന്. പിന്നെ ക്രോക്കറീൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്, ബേക്കിങ്ങിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്. എല്ലാം വേറെ വേറെ സെക്ഷനായിട്ട് നമുക്ക് നല്ല ഇതിൽ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസിലാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിന്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്പാറ്റ്യൂല എല്ലാം ഉണ്ട്. അതിന് വേറെ വേറെ ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടപ്പർ വെയറിൻ്റെ സെക്ഷനാണ്. ഈ ഫുള്ള് ടപ്പർ വെയറാണ്. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ടപ്പർ വെയർ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ക്യൂട്ടായിട്ടുള്ള കപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. വലിയ കപ്സും ഉണ്ട്, ജംബോ കപ്പ് പോലെയില്ലേ വലിയ കപ്പും ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പാത്രങ്ങളെല്ലാം ഉണ്ട്. ഡിന്നർ സെറ്റ്സ് എല്ലാം ഉണ്ട്, കുറേ കളേഴ്സ് ആയിട്ടുള്ള കുറേ ഡിന്നർ സെറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കുറേ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. റംസാനിന് വേണ്ടിയിട്ട് വന്നതല്ലേ, അതിന് വേണ്ട ആവശ്യമുള്ള സാധനമേ വാങ്ങിയിട്ടു കേട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള സാധനമേ വാങ്ങിയിട്ടു. നമ്മളിങ്ങനെ കുറേ വേണ്ടാത്യം കാണുമ്പോൾ വാങ്ങാൻ തോന്നും, പക്ഷേ അത് പിന്നെ യൂസ് ഇല്ലാത്ത സാധനമെല്ലാം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിയാണ്. ഇതുവരെ കാണാത്തവർ എന്തായാലും കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. കാണാനെല്ലാം ഉണ്ട്, നല്ല കുറേ സാധനമെല്ലാം ഉണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട്.
ഇതെല്ലാം ഫുള്ള് കുപ്പിയിലുള്ള സാധനമാണ്, ഗ്ലാസ്സിലായിട്ട് നല്ല ഡിസൈനുള്ളതുകൊണ്ട് പ്ലെയിനും ഉണ്ട്. ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൊന്ന് വാങ്ങിയിന്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിന് കുറേ ഓഫറെല്ലാം ഉണ്ടായിന് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. കുറേ ഓഫറിലുള്ള സാധനമെല്ലാം ഉണ്ട്. പിന്നെ അടുത്തത് വരുന്ന ഇലക്ട്രോണിക്കിൻ്റെ സെക്ഷനാണ്. ഇതിലും ഇവിടെ എല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വരുന്ന ടോയ് സെക്ഷനാണ്. ടോയ്സിൽ ന്യൂ ബോൺ ബേബീസിന് വേണ്ട അങ്ങനത്തെ സാധനം എല്ലാം ഉണ്ട്. പിന്നെ വലിയ കുട്ടികൾക്കുള്ള ടോയ്സ് എല്ലാം ഉണ്ട്. ബേബി പ്രൊഡക്ട്സ് ടോയ്സ് എല്ലാം ആയിട്ട് വേറെ തന്നെ സെക്ഷൻ എല്ലാം ഉണ്ട്. പിന്നെ വരുന്നത് ഫുഡ് വെയർ ആണ്. ചെരുപ്പ് കുറേ നല്ല നല്ല ചെരുപ്പിൻ്റെ ഓഫേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ട് അതിന്. പിന്നെ മേലത്തെ ബില്ലിങ് മേലെ തന്നെയാണ് കേട്ടോ. അപ്പം മേലത്തെ ബില്ലിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ ബില്ല് ചെയ്യാൻ പോലാണ്. പിന്നെ ഈ ഒരു ട്രോളി കണ്ട, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടൊന്നറിയില്ല. ക്യൂട്ടാണ്. നമ്മൾ ചെറിയ കുട്ടികളെല്ലാം പോകുമ്പം അവരെയും കൂട്ടിയിട്ട് പോകുമ്പോൾ എല്ലാം നല്ലതാണ്. അവരതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങാമല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പോലായിട്ടാ. കുറേ രാത്രിയായിന്. ഇത് അവരെ പാർക്കിംഗ് ഏരിയ ആണ്, വലിയ ഏരിയ ആണ് കേട്ടോ. പുറത്തെല്ലാം കണ്ടില്ലേ, ഇത് ഫുള്ള് പാർക്കിംഗ് ആണ്. പിന്നെ നല്ല അടിപൊളിയുള്ള പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ്. നല്ല പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. പുറത്തെല്ലാം അടിപൊളിയായിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ സാധനം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ ബീഫ് അതെല്ലാം കഴുകിയിട്ട് സ്ട്രെയിൻ ആക്കാൻ വെക്കുന്നില്ലേ, ആ ഒരു സംഭവമാണ്. അരി കഴുകാൻ പറ്റില്ല, കുറച്ച് വലിയ ഹോൾസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെമോ കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ കഴുകിയിട്ട് ഇതുപോലെ വെക്കലാണ്. നല്ലപോലെ വെള്ളമെല്ലാം ആറിക്കിട്ടും. ഇത് ഈ ഒരു ടപ്പർ ബോക്സ് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസിൻ്റെ ജാറും വാങ്ങിയിട്ടുണ്ടായിന്. ഇത് നമുക്ക് ഉപ്പിലിട്ടെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ ഇത് നല്ല ക്യൂട്ടില്ലേ. ഇത് നമ്മൾ ഹാർപ്പിക്ക് ഡെറ്റോൾ അങ്ങനെ ബാത്റൂമിക്ക് വേണ്ട സാധനമെല്ലാം വെക്കാൻ ആവശ്യമുള്ളൊരു സാധനമല്ലേ, അതുകൊണ്ട് ഇത് വാങ്ങിയാണ്. ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നോമ്പെല്ലാം വരലായി. എല്ലാവരും എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാം വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായി പറ്റുന്നത്ര വീഡിയോസ് ഇടാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.